അധികം ഹൈറ്റ് വെക്കാതെ വണ്ണം കൂടി വരുന്ന കൗമാരപ്രായക്കാരിലെ കൂടെ ക്ഷീണവും പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, ഉറക്കക്കൂടുതൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് ചെക്ക് ചെയ്യണം. ഹൈപ്പോ തൈറോയിഡിസ് ഒരു പ്രധാന കാരണമാണ്. ഇങ്ങനെയുള്ള കുട്ടികളിൽ കൗമാരത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം വൈകി പോകും. പെൺകുട്ടികളിൽ ആദ്യത്തെ ആർത്തവം വരുന്ന മെനാർക്കെ വരാൻ വൈകി പോകും. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, ആൺകുട്ടികളിൽ ടെസ്റ്റിസ് ഡെവലപ്മെന്റ് ഇതെല്ലാം വൈകി പോകും. കൂടെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, ഓർമ്മശക്തിക്കുറവ്, ക്ഷീണം, ഉറക്ക കൂടുതല് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം കാണാം. ഭക്ഷണം കുറച്ച് കഴിക്കുള്ളൂ എന്നാലും ഭാരം കൂടി വരിക, മുടി കൊഴിച്ചില്, ക്ഷീണം, ഡ്രൈ സ്കിന്നിലൊക്കെ ഡ്രൈനെസ് വരിക, ഇത്തരത്തിലുള്ള തൈറോയിഡിന്റെ സിംറ്റംസ് എല്ലാം ഈ കൗമാരപ്രായക്കാരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു പ്രായത്തിൽ ഹോർമോൺസിന്റെ ബാലൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഈ സമയങ്ങളിൽ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയും പെട്ടെന്ന് ഹൈപ്പോ തൈറോയിഡിസത്തിന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ വളർച്ചയെയും അതുപോലെ മാനസികാരോഗ്യത്തിനെയും പഠന മികവിനെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും.